Hi, welcome to Polosys Technologies. Polosys ERP വെർഷൻ 7.0 ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾ പ്രകാരം വന്നിട്ടുള്ള GST സ്ലാബ് ചേഞ്ചസ് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. 22-ാം തീയതി മുതൽ പുതിയ സ്ലാബിലേക്ക് മാറുന്ന ഒരുപാട് പ്രൊഡക്ട്സുകളുണ്ട്. ആ പ്രൊഡക്ട്സുകൾ എളുപ്പത്തിൽ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ പോയിട്ട് ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാം. അതല്ലാതെ എളുപ്പത്തിൽ ഒരു സിംഗിൾ സ്ലാബ് മറ്റൊരു സ്ലാബിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്യുന്നതിന് മുമ്പ് പോളോസിസിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തു വെക്കുക. ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്തൊക്കെ ചേഞ്ച് ചെയ്തു, പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ബാക്കപ്പ് എടുത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇൻവെൻട്രി, പ്രൊഡക്ട്സ്, GST സ്ലാബ് മാനേജ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതൊക്കെയാണ് ചേഞ്ച് ആവാനുള്ളത് എന്നുള്ള ലിസ്റ്റ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിനനുസരിച്ചാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കാറ്റഗറി വെച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ GST കാറ്റഗറി, കറണ്ട് GST കാറ്റഗറി വെച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വലി പ്രൊഡക്റ്റ് ഫിൽറ്റർ ചെയ്യാം, ബ്രാൻഡ് വൈസ് ഫിൽറ്റർ ചെയ്യാം, GST കാറ്റഗറി വെച്ച് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ HSN കോഡ്, നമുക്കൊരു HSN കോഡിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു സീരീസിലുള്ള HSN കോഡ് വെച്ച് നമുക്ക് ഒരു പുതിയ GST കാറ്റഗറി സ്ലാബിലേക്ക് നമുക്ക് പ്രൊഡക്ട്സിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പ്രൊഡക്റ്റ് കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യുകയാണ്, ചോക്ലേറ്റ്സ് എന്നുള്ള ഒരു കാറ്റഗറി. ഓക്കെ, നിലവിൽ ചോക്ലേറ്റ്സിലുള്ള പ്രൊഡക്ട്സ് ലോഡായി വന്നു. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ ടാക്സ് കാറ്റഗറീസ് ഇവിടെ കാണാൻ പറ്റും. 18, 12 ടാക്സ് കാറ്റഗറീസ് ഉണ്ട്. പിന്നെ അതിൽ ഒരു ടാക്സ് കാറ്റഗറി 18 ഉള്ളത് മാത്രം മതിയെങ്കിൽ ഇവിടെ നമുക്ക് 18 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷോ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള കാറ്റഗറിയിലുള്ള 18% GST കാറ്റഗറിയിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ലോഡായി വന്നു. ഇനി ഈ പ്രൊഡക്ട്സുകൾ നമുക്ക് ഏത് സ്ലാബിലേക്കാണ് മാറ്റേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. GST കാറ്റഗറി സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് ടാക്സ് ഡീറ്റെയിൽസിൻ്റെ താഴെ. അതിനുശേഷം ആ പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ട ടാക്സ് കാറ്റഗറി, ഇപ്പോൾ എക്സാമ്പിൾ 5%ലേക്കാണെങ്കിൽ 5 സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ടാക്സ് ഫോം ഏത് ഡേറ്റ് തൊട്ടാണ് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇത് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ട. അതിനുശേഷം പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഈ മുകളിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോട്ടൽ പ്രൊഡക്ട്സ്, ഇപ്പോൾ ചോക്ലേറ്റ് എന്നുള്ള ഗ്രൂപ്പിലുള്ള 18%-ലുള്ള എല്ലാ പ്രൊഡക്ട്സും ലിസ്റ്റ് ചെയ്യാൻ കഴിയും, സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി അതല്ല ഇൻഡിവിജ്വൽ പ്രൊഡക്ട്സ് ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ഇത് കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് സെലക്ഷൻ ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ അണ്ടറിലുള്ള ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി മൾട്ടിപ്പിൾ ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മുകളിലുള്ള ഈ ഫിൽറ്റർ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ബ്രാൻഡ് മാത്രമല്ല, നമുക്ക് ഏത് ഓപ്ഷൻസും ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഫിൽറ്റർ ചെയ്ത ബ്രാൻഡിലുള്ള, അല്ലെങ്കിൽ കാറ്റഗറി ആണെങ്കിൽ കാറ്റഗറി, ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ്, ഇനി പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. അതുപോലെ HSN കോഡ്, ആ HSN കോഡിലുള്ള ആ പ്രൊഡക്ട്സ് മാത്രമായിരിക്കും ഈ ലിസ്റ്റിൽ വരിക. അതിനുശേഷം അത് സെലക്ട് ഓൾ സെലക്ട് ചെയ്യുക. ഇത് ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ ഇവിടെ ഫിൽറ്റർ ചെയ്തിട്ടുള്ളത് കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ്. ആ ബ്രാൻഡുകൾ ഉള്ള പ്രൊഡക്ട്സ് ഇവിടെ സെലക്റ്റായി. അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് സേവ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് എക്സൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. അത് എക്സ്പോർട്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്യാം. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സേവ് ചെയ്യുന്നതോടുകൂടി ഇത്രയും ഇവിടെ ഈ ഫിൽറ്റർ ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ടാക്സ് കാറ്റഗറി 18-ൽ നിന്ന് 5%ലേക്ക് ചേഞ്ച് ആവും. ഒരു കൺഫർമേഷനാണ്, യെസ് ക്ലിക്ക് ചെയ്യാം. ഇത് പ്രൊഡക്ട്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ടൈം എടുക്കുക. ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി ഇത്രയും പ്രൊഡക്ട്സ് ഈ ലിസ്റ്റിൽ നിന്ന് ക്ലിയർ ആവും. ഇത്രയും പ്രൊഡക്ട്സിൻ്റെ ടാക്സ് സ്ലാബ് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ടാക്സ് സ്ലാബ് മാറിയ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷോ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഷോ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് പുതിയ സ്ലാബിലേക്ക് മാറിയത് എന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. ഓൾഡ് GST കാറ്റഗറി ഇവിടെ മുകളിൽ കാണാം, പുതിയ GST കാറ്റഗറി ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് നമുക്ക് HSN കോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ടോ ഇവിടെ
സെർച്ച് ചെയ്യാനും മുമ്പ് പറഞ്ഞ പോലെ ഫിൽട്ടർ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റിപ്പോർട്ട് നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇവിടെ ഇനി പുതിയൊരു ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിലവിൽ ഇപ്പോൾ 5% ഉള്ള പ്രൊഡക്ട്സിൻ്റെ ഒരു ലിസ്റ്റ് വീണ്ടും ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കാറ്റഗറി കൊടുക്കാതെ ഷോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ 5% ഇപ്പോൾ നിലവിൽ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഈ ലിസ്റ്റിൽ വരിക. അപ്പോൾ നിലവിൽ ഇപ്പോൾ GST കാറ്റഗറി 5% ഉള്ള എല്ലാ പ്രൊഡക്ട്സും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഇനി ഈ ലിസ്റ്റിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം ചില ഐറ്റംസ് മാത്രം ഗ്രീൻ കളറിലേക്ക് കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ ഗ്രീൻ കളർ വന്നിട്ടുള്ള പ്രൊഡക്ട്സ് ഓൾറെഡി സ്ലാബ് ചേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. അത് ഷോ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലാബ് ചേഞ്ച് ആയ പ്രൊഡക്ട്സ് അറിയാമെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഓൾറെഡി ചേഞ്ച് ആയ പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, ഇവിടെ ഈ ഗ്രീൻ കളറിലായിരിക്കും വരിക. ഇനി പുതിയൊരു കാറ്റഗറി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. മറ്റൊരു സബ് കാറ്റഗറിയോ അല്ലെങ്കിൽ മറ്റൊരു ടാക്സ് കാറ്റഗറിയിൽ നിന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ഏത് പ്രൊഡക്ട്സും ഇതേപോലെ നമുക്ക് ഏത് സ്ലാബിൽ നിന്നും ഏത് പുതിയ സ്ലാബിലേക്കും ബൾക്കായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതിൽ ഈ സ്ലാബിൻ്റെ സെറ്റിങ്സ്, സ്ലാബ് ചേഞ്ച് ചെയ്യൽ ഏത് ഡേറ്റിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് 22-ാം തീയതി ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, GST സ്ലാബ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നത് 22-ാം തീയതി തൊട്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൈസ് ടാക്സ് സ്ലാബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സെയിൽസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ടാക്സ് GST സ്ലാബ് കാറ്റഗറി ഇതിൽ 18% വന്നിട്ടുണ്ടാവുക. ഇത് ഡേറ്റ് 22-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 22-ാം തീയതിയോ അതിന് ശേഷമോ ആണ് ഈ ബില്ല് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാക്സ് സ്ലാബ് ഓട്ടോമാറ്റിക്കായിട്ട് അത് 5%ലേക്ക് മാറും. അപ്പോൾ 22-ാം തീയതി വരെ അടിക്കുന്ന ബില്ലുകൾ പഴയ സ്ലാബിലും 22-ാം തീയതിക്ക് ശേഷം അടിക്കുന്ന ബില്ലുകൾ പുതിയ സ്ലാബിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഈ അപ്ഡേറ്റ് ചെയ്ത ഉടൻ തന്നെ GST സ്ലാബ് ചേഞ്ച് ചെയ്യുന്ന വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ ഈ പ്രൊഡക്റ്റ് മാസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പ്രൊഡക്ട്സിൻ്റെ വിൻഡോയിൽ ഈ പ്രൊഡക്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിലവിൽ കാണിക്കുക GST കാറ്റഗറി 18 എന്ന് തന്നെ ആയിരിക്കും. 22-ാം തീയതിക്ക് ശേഷമായിരിക്കും ഇവിടെ ടാക്സിൻ്റെ സ്ലാബ് ചേഞ്ച് ആകും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു സ്ലാബ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളറിൽ കാണുമെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഐറ്റം, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു %ലേക്ക് ചേഞ്ച് ചെയ്ത ഐറ്റംസ് ഇവിടെ ഗ്രീൻ കളറിൽ ലിസ്റ്റ് ചെയ്യും. ഇനി ചേഞ്ച് ചെയ്യാത്ത ഐറ്റംസ് ആണ് ഇവിടെ നോർമൽ കളറിൽ വന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഐറ്റംസ് ഇവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഡിലീറ്റ് ഓപ്ഷൻ, അതായത് ആ ലൈന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചേഞ്ച് ചെയ്യാത്ത ഐറ്റംസ് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ചേഞ്ച് ചെയ്യാത്ത ഐറ്റംസ് മാത്രം, ചേഞ്ച് ചെയ്ത ഐറ്റംസ് റിമൂവ് ചെയ്ത് ചേഞ്ച് ചെയ്യാത്ത ഐറ്റംസ് മാത്രം ഇവിടെ നിർത്താം. അതല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓൾറെഡി ചേഞ്ച് ചെയ്ത ഐറ്റംസ് ടിക്ക് റിമൂവ് ചെയ്ത് ചെയ്യാത്ത ഐറ്റംസിനെ വീണ്ടും നമുക്ക് മറ്റൊരു കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യാനും കഴിയും. ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ലാബിൽ നിന്ന് മറ്റൊരു സ്ലാബിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് പ്രൈസ് ചേഞ്ചിങ് ആണ്. അതായത് ഈ സ്ലാബ് ചേഞ്ച് ചെയ്ത, ഉദാഹരണത്തിന് ഒരു 18%-ൽ നിന്ന് 5%ലേക്ക് ചേഞ്ച് ചെയ്ത ഐറ്റംസിൻ്റെ പ്രൈസ് മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊഡക്റ്റിൽ നിലവിൽ ചെയ്യുന്ന അതേപോലെ ചേഞ്ച് ചെയ്യാം. അതല്ല ബൾക്കായിട്ട് ഇപ്പോൾ ചേഞ്ച് ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെയും പ്രൈസ് മറ്റൊരു സ്ലാബിലേക്ക്, അതായത് 18%-ൽ നിന്ന് 5%ലേക്ക് മാറിയ ആ വേരിയേഷൻ എത്രയാണോ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രൈസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൈസ് ചേഞ്ചിങ് നമുക്ക് എന്നാണോ
ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റിൽ മാത്രമേ ഇത് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ 21st ലാസ്റ്റ് സെയിൽ കഴിഞ്ഞതിന് ശേഷമേ ഈ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് സെറ്റ് എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ തൊട്ട് ഇത് എഫക്റ്റ് ആവും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെൻട്രി പ്രൊഡക്ട്സ് പ്രൊഡക്റ്റ് പ്രൈസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പ്രൊഡക്റ്റ് പ്രൈസസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്രാൻഡ്, പ്രൊഡക്റ്റ്, GST കാറ്റഗറി, സബ് കാറ്റഗറി, പ്രൊഡക്റ്റ് കാറ്റഗറി, HSN എല്ലാം ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് കാണാം ന്യൂ GST കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ന്യൂ GST കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു സ്ലാബിൽ നിന്ന് പുതിയ സ്ലാബിലേക്ക് മാറ്റിയ ഐറ്റം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് എന്നുള്ള ഒരു കാറ്റഗറി 8ൽ നിന്ന് 5ലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5ലേക്ക് മാറ്റിയ ഐറ്റംസ് ആണ് ഈ ന്യൂ കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ കാറ്റഗറി 5 എന്ന് സെലക്ട് ചെയ്ത് ഐറ്റംസ് ലോഡ് ചെയ്യുന്നു. ലോഡും ചെയ്യാം, അതല്ലെങ്കിൽ ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത വിൻഡോയിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ ലോഡ് ചെയ്യുന്നതോട് കൂടിയാണ് ഐറ്റംസ് ലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഗ്രിഡ് ഒന്ന് റീസെറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത ഉടൻ, ഈ വിൻഡോ ഓപ്പൺ ചെയ്ത ഉടൻ അപ്പോൾ ഈ കോർണറിലുള്ള ഈ ഡോട്ട് ക്ലിക്ക് ചെയ്യാം, റീസെറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് അപ്ലൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ക്ലോസ് ചെയ്യുക. പ്രൊഡക്റ്റ് പ്രൈസസ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ന്യൂ GST കാറ്റഗറി, ഓൾഡ് GST കാറ്റഗറി എന്നുള്ള വിൻഡോ, അതുപോലെ ന്യൂ സെയിൽസ് പ്രൈസ് എന്നുള്ള വിൻഡോയും ഗ്രിഡ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം മുമ്പ് പറഞ്ഞതുപോലെ GST കാറ്റഗറി 5 സെലക്ട് ചെയ്യുന്നു, ലോഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ വാണിംഗ് എന്ന് പറയുന്നത് സെലക്ട് പ്രൈസ് കാറ്റഗറി എന്നുള്ള വാണിംഗ് ആണ്. ഇവിടെ മുകളിൽ നമുക്ക് പ്രൈസ് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഒന്നിൽ കൂടുതൽ പ്രൈസ് കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ഏത് പ്രൈസ് കാറ്റഗറീൻ്റെ പ്രൈസാണ് ചേഞ്ച് ആവേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ലോഡ് ഐറ്റംസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മൾ നിലവിൽ ചേഞ്ച് ചെയ്ത ചോക്ലേറ്റ് എന്നുള്ള ഈ ഗ്രൂപ്പിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓൾഡ് GST കാറ്റഗറിയും ന്യൂ GST കാറ്റഗറിയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നിലവിലുള്ള സെയിൽസ് റേറ്റ് ആണ് ഇവിടെ ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പുതിയ സെയിൽസ് പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 18ൽ നിന്ന് 5ലേക്ക് ചേഞ്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ആ വേരിയേഷൻ എത്രയാണോ അതിനനുസരിച്ചുള്ള സെയിൽസ് പ്രൈസ് ആണ് ഇവിടെ പുതിയതായിട്ട് അപ്ഡേറ്റ് ആവുക, ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സെയിൽസ് പ്രൈസ്, ന്യൂ സെയിൽസ് പ്രൈസ് എന്നുള്ള വിൻഡോയിൽ വന്നിട്ടുള്ള പ്രൈസാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. ഇതിവിടെ ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രൈസ് അപ്ഡേറ്റ് ആവില്ല. ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് സേവ് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് എഫക്റ്റ് ആവുക. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രൈസ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് എക്സലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും വെരിഫൈ ചെയ്യാം. ഇനി അതല്ല, ഇവിടെ മാനുവലി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പോൾ 177 ആണ്, അതിന് പകരം 180 കൊടുക്കണമെങ്കിൽ നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് മാനുവലി ചേഞ്ച് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ സെയിം പ്രൈസ് വീണ്ടും ഓട്ടോ കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 177 നിന്നാണ് പിന്നെ പ്രൈസ് കുറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഇട്ടിട്ടുള്ളത്, ഈ ഓട്ടോ ടാക്സ് കാൽക്കുലേഷൻ എന്നുള്ള ബട്ടൺ ഒരു പ്രാവശ്യം മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും ഈ 177 നിന്ന് പ്രൈസ് കുറയും. ഇപ്പം നിലവിൽ 199 നിന്ന് 177ലേക്ക് മാറി. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യുന്നതോടുകൂടി ഈ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് ന്യൂ സെയിൽസ് പ്രൈസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, 21st സെയിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. 22nd സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലാബ് സെറ്റിങ്സ് നമുക്ക് ഏത് ഡേറ്റിലും ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത് 21st സെയിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പ്രൈസ് 177ലേക്ക് സെറ്റ് ചെയ്തു. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. ഇത്രയും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ന്യൂ പ്രൈസിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് ആ പ്രൊഡക്റ്റിൻ്റെ മാസ്റ്ററിലോ അല്ലെങ്കിൽ സെയിൽസിലോ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും പുതിയ പ്രൈസിലേക്ക് മാറിയിട്ടുണ്ടാവും.